ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പാൽ സർബത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടിട്ട് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ പാൽ സർബത്ത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം ചെറിയൊരു കൂട്ടം തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്, ഇതിപ്പോൾ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. ഇതിൽ അരക്കപ്പ് നിറയെ എടുത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. 1 ലിറ്റർ അളവിലുള്ള പാലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് നട്ട്സും കൂടി. ഞാനിപ്പോൾ ഇതുപോലെ കുറഞ്ഞ അളവിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ നട്ട്സിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പിസ്തയും കൂടിയാണ്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു നട്ട്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് തന്നെ മാത്രം ചേർത്തിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്കയുടെ ആ ഒരു കുരു മാത്രം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടതാണ്, ഇതുപോലെ ചെറിയൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ചൂടിനെ നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും കസ്കസ് അല്ലെങ്കിൽ ചിയാ സീഡ് ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്കിത് കിട്ടുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിക്കോളും കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഇതുപോലെ ഒരു 1 ലിറ്റർ അളവിൽ പാൽ ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് കട്ടിയായിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തീരെ കട്ടിയായിട്ടുള്ള പാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഈ പാലൊക്കെ നന്നായിട്ട് ഇന്ന് ചൂടായി ഒന്ന് തിളച്ചു തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നമ്മളിതാ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നില്ലേ, ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് ഇതൊന്ന് കുറുകി തുടങ്ങും. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പൊടി തന്നെ ഈ പാലിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ടക്കട്ടയായിട്ട് കിടക്കും. അതിൻ്റെ പേരിൽ ഇതുപോലെ വെള്ളം ചേർത്ത് ആ പൊടി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമുക്ക് ആ കട്ടയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തിളച്ചു തുടങ്ങണം. നമ്മൾ നേരത്തെ തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്താണ് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഒന്ന് മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ല കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയം തന്നെ ഒന്ന് ചേർത്തേക്കണം. ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ ഈ പാലെല്ലാം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ മിക്സ് ഉണ്ടാവാനായിട്ട്. ഈ ഒരു അളവിൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തിളയ്ക്കണ ചൂടല്ലേ, ഈ ചൂടെല്ലാം ഒന്ന് മാറട്ടെ. നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ശരി, ഞാനൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചും കൂടി ഒന്ന് കൂളാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ പുറം ഭാഗത്തുള്ള ആ ഒരു ലെയർ വന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടയായിട്ട് ഇങ്ങനെ മാറും കേട്ടോ. അപ്പോൾ ഇത് മാറാനായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്നില്ലേ ചിയാ സീഡ്, അത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം.
ചിയാ സീഡ് വളരെ നല്ലതാണ് കേട്ടോ. ഈ ചൂടിന് ചിയാ സീഡ് ആണെന്നുണ്ടെങ്കിലും കസ്കസും ഒക്കെ നമ്മുടെ ജ്യൂസിലേക്ക് ധാരാളം ചേർക്കാം. നല്ല ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്ന ഒന്നാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ആപ്പിളും കൂടിയാണ്. അപ്പോൾ ഈ ആപ്പിൾ വന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ കുറച്ച് അനാറും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ഉള്ളൂ. അതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ അനാറില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ സർബത്ത് നമുക്ക് കുടിക്കാനായിട്ട് കിട്ടില്ല. എപ്പോഴും കടിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ പാൽ സർബത്ത് ഉണ്ടാകാനായിട്ട്. ഒരേ സമയം നമ്മുടെ ദാഹവും അതുപോലെ തന്നെ വിശപ്പും മാറാനായിട്ട് വളരെ നല്ല ഒരു പാൽ സർബത്താണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.